ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജെയിംസ് വ്ളോഗ്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ റെഡ് ചാലഞ്ചിലാണ് ഗൈസ്. ഇന്ന് നമ്മുടെ ബെന്നിയില്ലേ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് ഇന്ന് മൊത്തം റെഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന്. പക്ഷേ ഗൈസ്, ഒരു പ്രശ്നം, എൻ്റെ ഈ റെഡ് പാൻറ്റില്ല. റെഡ് എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു എൻ്റെ ഈ റെഡ് പാൻറ്റില്ലാന്ന്. അപ്പോൾ പറഞ്ഞ അതൊന്നും വേണ്ട, നീ കയ്യിൽ റെഡ് ഷർട്ട് ഉള്ളത്. അപ്പോൾ തന്നെ ഞാൻ ഈ ഷർട്ടിൻ്റെ ഫോട്ടോ അയച്ചെടുത്തു. അപ്പം പറഞ്ഞ് അത് മതിയെന്ന്. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് റെഡ് ചാലഞ്ച് അങ്ങ് എടുക്കാം. ഈ വീഡിയോ അപ്പം ബെന്നി കാണുന്നുണ്ട്. ബെന്നി കാണുമ്പോൾ മിക്കവാറും എന്നെ വിളിക്കും. എന്തേലാട്ടെ. അപ്പം ഗൈസ്, നമുക്കെന്നാ പോയേക്കാം. ഗൈസ്, നമുക്കിപ്പോൾ ഉണ്ടല്ല 156 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം താങ്ക് യു. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ റെഡ് ജീപ്പ് മാത്രമേ ഉള്ളൂ ഗൈസ്. റെഡ് കാറിനി അത് നമുക്ക് പോയിട്ട് ഒരു റെഡ് കാറങ്ങ് മേടിക്കാം ആദ്യം. അത് പിന്നെ ഇന്നലെയാണ് എനിക്ക് സാലറി കിട്ടിയത് ഗൈസ്. അപ്പം പിന്നെ മേടിക്കാമല്ലോ. നമുക്കെന്നാൽ പിന്നെ നമ്മുടെ രാജപ്പനല്ലല്ലോ, ബെന്നിയുടെ ഷോറൂമാണ് ഗൈസ് അത്. ബെന്നി എന്നോട് എന്നെ മിനുങ്ങാന്നാണ് ഗൈസ് പറയുന്നത്. ബെന്നിയുടെ ഷോപ്പാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തുകൊണ്ടും മേടിക്കാതിരുന്നു. അപ്പോൾ നമുക്ക് ഏത് വണ്ടിയും പോയി എടുക്കാം. ബെന്നിയുടെ അല്ലേ ഷോപ്പ്. അപ്പോൾ ഗൈസ്, നമുക്കങ്ങ് പോയേക്കാം. ഗൈസ്, നിങ്ങൾക്ക് യാതൊരു പവറും ഇല്ല ഗൈസ്. നിങ്ങളുടെ കമൻറ്റൊക്കെ ഇടാൻ പറയട്ടെ, നിങ്ങൾ കമൻ്റ് ഒന്നും ചെയ്യില്ല ഗൈസ്. നമുക്ക് ഈ വണ്ടി കൊള്ളാം അല്ലേ, ഇതങ്ങ് മേടിച്ചേക്കാം. ഓക്കെ, നമ്മളോട് പറയുന്നത് ഇതിൻ്റെ പുറകിലോട്ട് പോകാനാണ്. കണ്ടില്ലേ, താഴേക്കുള്ള ഒരു വരയൊക്കെ ഇട്ടേക്കുന്നത്. നമുക്ക് മേടിക്കാം. കണ്ടില്ലേ, ഇവരൊക്കെ ബെന്നിയുടെ ആൾക്കാരാണ് ഗൈസ്. ചേട്ടന്മാരെ താങ്ക് യു. അപ്പോൾ ഗൈസ്, ഓട്ടോമാറ്റിക് മറ്റേ ഇതൊക്കെയാണ് ഗൈസ്, പടക്കം. നമ്മൾ ഇവിടെ കാറ് വരുമ്പോൾ തന്നെ അത് നമ്മളിങ്ങനെ ആൾ വരുമ്പോൾ വരയിലൂടെ ഇങ്ങനെ തട്ടുമ്പോഴത്തേനും മനസ്സിലാവും ആർക്ക്. അപ്പം നമുക്ക് ഈ വണ്ടി കൊണ്ട് പോവാം. ഇത് നമുക്ക് ഇച്ചിരി മോഡിഫിക്കേഷനൊക്കെ ചെയ്യാമല്ലേ ഗൈസ്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് പോവാം. വണ്ടി തിരിക്കാം, നമുക്ക് മോഡിഫിക്കേഷൻ്റെ സ്ഥലത്തേക്ക് പോവാം. ഇവിടുന്ന് എനിക്ക് ആ വഴി പോകാൻ തീരെ താല്പര്യമില്ല. നമുക്ക് നേരെയുള്ള വഴിക്ക് പോയാൽ മതി, സ്ട്രെയിറ്റ് വഴി അങ്ങ് പോവാം. എല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കണം. അപ്പം ഗൈസ്, നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കണ്ട, വേഗം പോയി ചെയ്തോ. നമുക്കങ്ങ് മോഡിഫിക്കേഷനൊക്കെ ചെയ്തെടുക്കാം. നമ്മുടെ പുതിയ വണ്ടിയല്ലേ, ഇച്ചിരി മോഡിഫിക്കേഷനിലൊക്കെ ഇരിക്കട്ടെ, ഇച്ചിരി രസത്തിലങ്ങ് ഇരിക്കട്ടെ. നമുക്ക് പോവാം. അപ്പം ഗൈസ്, ഇതുവരെ സബ്സ്ക്രൈബ് ലൈക്കൊന്നും ചെയ്യാത്തവരെ വേഗം പോയി ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് എത്ര ലൈക്ക് ടാർഗറ്റ് വേണ്ടിയിട്ട് അത്ര എത്തിയിട്ടില്ല ഗൈസ്. വേഗം എത്തിക്കുക. അപ്പം ഗൈസ്, നമ്മുടെ ഇവിടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കുകയും ചെയ്യേണ്ട, വേഗം കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ഫുൾ അങ്ങ് റെഡ് അടിക്കാൻ പോവുകയാണ് ഗൈസ്. ഇനി റെഡ് പൂശിയ വണ്ടിയാവും. പക്ഷേ ഗൈസ്, ചിലതൊന്നും റെഡ് അടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ റെഡ് പറ്റുന്നതിലൊക്കെ ഞാൻ റെഡ് അടിക്കാം. നമുക്ക് ഇച്ചിരി മോൺസ്റ്ററിലിരിക്കട്ടെ ഗൈസ് വണ്ടി. എന്നിട്ട് നമുക്ക് മോൺസ്റ്റർ അങ്ങാക്കാം. നല്ല അങ്ങ് മോൺസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, നമുക്ക് എല്ലാത്തിനും കളറും ഇതെല്ലാം ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമുക്ക് സ്മോക്ക് കളറും കൂടെ റെഡാക്കാം. എല്ലാം റെഡാണ്. ഇന്ന് നമ്മുടെ മെയിൻ ടാർഗറ്റ് ഫുള്ള് റെഡാണ്. വീൽ ഇതും കൂടെ കളർ മാത്രമാണ് മാറ്റിയേക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഫുള്ള് റെഡാണ് ഗൈസ്. നമ്മുടെ മെയിൻ കളർ ഇസ് റെഡ്.
അതുകൊണ്ട് നമ്മളെല്ലാം റെഡ് അങ്ങ് പൂശിയെടുക്കും. ഗൈസ്, നിങ്ങളിപ്പോഴും ലൈക്കും സബ്സ്ക്രൈബൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. വേഗം പോയിട്ട് ലൈക്കും സബ്സ്ക്രൈബ് അടിക്കുക ഗൈസ്. ഓക്കെ, നമുക്കിനി ഇപ്പം എന്താ ചെയ്യണ്ടേ? ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. അയ്യോ ഗൈസ്, ഇത്രയും വലിയ ടയർ വേണമായിരുന്നോ? ഇച്ചിരി കടുപ്പായി പോയോ എന്നൊരു സംശയം. ഇനിയിപ്പോൾ അതിരിക്കട്ടെ. ഓക്കെ, വീട്ടിലോട്ട് പോകാനുള്ള വഴി പുറകോട്ടാണ്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ഇതിപ്പോൾ താഴെ വീഴില്ല ഗൈസ്. ഈ വണ്ടിക്ക് ആദ്യമേ പണിയെടുക്കാൻ പോകേണ്ട വരും ഗൈസ്. അതായത് ശരി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴെയിട്ട് ഇങ്ങനെ പോകല്ലേ. ഇനിയിപ്പോൾ താരമില്ല, മടിയത് ഗൈസ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, എന്നാലും വീഡിയോ പിന്നെ ലെങ്ത് ആയി പോവുകയും ചെയ്യും. അപ്പം അത്രയും ലെങ്ത് ആക്കുകയും വേണ്ട, നമുക്ക് കറക്റ്റ് ഇതിലും കിട്ടും. എന്തെങ്കിലും ആട്ടെ. അപ്പം ഗൈസ് നമുക്ക് പോവാം. ഗൈസ്, നിങ്ങളുടെ അടുത്ത് മഴയൊക്കെ ഉണ്ടോ ഗൈസ്? ഇവിടെ മഴയൊന്നുമില്ല ഗൈസ്. പിന്നെ നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ വരുന്ന വഴിക്ക് ഒരാൾ ഇടിച്ചിടുകയും ചെയ്തു. 1 സ്റ്റാർ പോയി. ഇനിയിപ്പോൾ പോലീസ് മാമനെ കണി കണ്ടിട്ട് അങ്ങ് കയറാം. പോലീസൊന്നും വന്നില്ല ഗൈസ്. പോലീസൊന്നും ഇല്ലേ? എന്തെങ്കിലാട്ടെ. അപ്പം പോലീസ് മാമനെ കണി കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാ. കണ്ടു, സന്തോഷമായി. ഇയാളിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എന്നാ മറ്റേ വണ്ടിയുടെ കയ്യിൽ നിന്ന് ഇടി മേടിച്ചിട്ടേ പോളൂ എന്നാണ് ഗൈസ് തോന്നുന്നത്. എന്തായാലും ആട്ടെ. കണ്ടോ, നമ്മുടെ വണ്ടിയുടെ ലുക്ക് ഉണ്ട് ഗൈസ്. ഭയങ്കര പൊക്കത്തിലിരിക്കുന്ന വണ്ടി. എൻ്റെ ദൈവമേ, എൻ്റെ ഉൾവശം ഇങ്ങനെയാണ് ഗൈസ്. ഇയാളെ കൊണ്ട് വലിയ കഷ്ടമാണ് ഗൈസ്. ഗൈസ്, പിന്നെ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഗിൽറ്റർ വരും ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ കുറേ പേര് ചോദിച്ചു ഇത് ഏതാ ഗെയിം എന്ന്. അപ്പം ഇത് ഇന്ത്യൻ തെഫ്റ്റ് ആൻഡ് സിമുലേറ്ററാണ്. അപ്പം ഇത് കളിക്കേണ്ടവർ കളിച്ചോളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ ആളെയൊക്കെ വിളിക്കുന്നത്, ഇങ്ങനെ ഷിൻജാനെയൊക്കെ വിളിക്കുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ നിങ്ങളോട് പറയുള്ളൂ. അപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് ഒരു ചാലഞ്ചായിട്ട് തന്നെ നിങ്ങൾ ഏറ്റെടുക്കുക. അപ്പം 1K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗീവ് അവേ ഉണ്ട്, അതും കൂടെ ആലോചിക്കണം. അപ്പം ഇനി എന്തെങ്കിലും തിന്നുണ്ട്. വിശന്നിട്ട് നമ്മുടെ വയറ് കത്തിപ്പോയി ഗൈസ്. നമുക്ക് എന്തെങ്കിലും തിന്നാം. ബ്രെഡും അമൂലിൻ്റെ ഇതും ഉണ്ട്, ബട്ടറും ഉണ്ട്. ഇനിയിപ്പോൾ അത് തിന്നാം. അപ്പം ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പം ബൈ ബൈ.